മംഗളൂരുവിലെ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മലയാളി. വയനാട് പുൽപ്പള്ളി സ്വദേശി മുഹമ്മദ് അഷ്റഫാണ് കൊല്ലപ്പെട്ടത്. മൃതദേഹവുമായി ബന്ധുക്കൾ നാട്ടിലേക്ക് തിരിച്ചു. പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചു എന്നാരോപിച്ചാണ് ആൾക്കൂട്ടം യുവാവിനെ മർദ്ദിച്ചു കൊന്നത്. 20 ആളുകളെ അറസ്റ്റിലായിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. മരണകാരണം മർദ്ദനം തന്നെയാണ്, ആൾക്കൂട്ട മർദ്ദനം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞത്. ആക്ച്വലി ഒരു 2 മണിക്കൂറോളം ഈ ബോഡി അവിടെ കിടന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പം മരിച്ചവിടെ കിടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ആൾക്ക് ഒരു ചെറിയ മാനസികപരമായിട്ട് ഒരു അവിടെ വെച്ചാൽ നമ്മുടെ തൊടുപുഴ പൈങ്കുളം ഹോസ്പിറ്റലിൽ, അതേപോലെ വെട്ടം ഹോസ്പിറ്റലിൽ, അതേപോലെ നമ്മൾ പെരുമ്പിലാവ് അൻസാർ മാനസികാരോഗ്യ അവിടെയൊക്കെ ചികിത്സ മൂപ്പര് എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത് അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ്. ഒരു ആൾക്കൂട്ട മർദ്ദനമാണ് വന്നത്. ഇപ്പോഴത്തെ ഈ ഒരു സംഭവത്തിൻ്റെ ഒരു വൈകാരികത ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും സംഭവിച്ചു പോയതായിരിക്കും. തരത്തിൽ അഷ്റഫിന്റെ ഭാഗത്ത് ഒരു പ്രകോപനം ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണോ? സാധ്യത എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് ആൾക്കൊരു ചെറിയ രൂപത്തിൽ മാനസിക പ്രോബ്ലം ഉണ്ട്. അതിൻ്റെ ഒരു പ്രയാസം നമുക്കൊരു പൂർണ്ണമായിട്ടൊരു നോർമൽ വ്യക്തിയായിട്ട് നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. സാരംഗ് സുരേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാരംഗ്, ഇന്നലെ ഈ വിവരം വന്നപ്പോൾ ആൾക്കൂട്ട ആക്രമണത്തിൽ ഒരാൾ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വിവരം വന്നപ്പോൾ അതാരാണ് എന്നുള്ളത് മനസ്സിലായിരുന്നില്ല. പിന്നീടാണ് അത് മലയാളിയാണ് എന്ന് സ്ഥിരീകരിക്കുന്നത്. ഈ വയനാട്ടിലുള്ളവർ എപ്പോഴാണ് അങ്ങോട്ട് എത്തുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇതൊരു പ്രാദേശിക ക്രിക്കറ്റ് മാച്ചിനിടെ നടന്ന സംഭവമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കൊലപാതകികൾ ആരാണ്? അവരെ പിടികൂടിയിട്ടുണ്ട് പോലീസ്. കർണാടക സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് മുഹമ്മദ് അഷ്റഫിന്റെ ബന്ധുക്കൾ വയനാട് പുൽപ്പള്ളിയിൽ നിന്നും ഇന്ന് പുലർച്ചയോടുകൂടി മംഗലാപുരത്ത് എത്തിയത്. അവിടെ നിന്ന് പിന്നീട് മൃതദേഹം തിരിച്ചറിയുകയായിരുന്നു. ഇവരുടെ സഹോദരന്റെ മൃതദേഹമാണ് ഇതെന്ന് തിരിച്ചറിയുകയായിരുന്നു. അതിനുശേഷം മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഇപ്പോൾ അവർ മൃതദേഹവുമായി കേരളത്തിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്കകം തന്നെ മലപ്പുറത്ത് കോട്ടക്കലുള്ള ഇവരുടെ സ്വദേശത്തുള്ള പറപ്പൂർ ജുമാ മസ്ജിദിൽ വിവരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ ഈ ആത്മഹത്യ തിരിച്ചറിയുന്നതിനകം തന്നെ 20 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും നിരവധി പേരെ അറസ്റ്റ് ചെയ്യാനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രാദേശിക ക്രിക്കറ്റ് മാച്ചിനിടെയുണ്ടായ ഒരു സംഘർഷത്തെ തുടർന്നാണ് ഇയാൾ മരിച്ചത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ തന്നെ വരേണ്ടതായുണ്ട്. വിക്കറ്റും ക്രിക്കറ്റ് ബാറ്റും അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് മർദ്ദിച്ചത് എന്നുള്ള തോതിലുള്ള കാര്യങ്ങളും വരുന്നുണ്ട്. CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതികളെ പോലീസിനെ പിടികൂടാൻ സാധിച്ചത്. എന്തായാലും കർശനമായ നടപടി ഉണ്ടാവുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് കർണാടക ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇനിയും ഒട്ടേറെ പേര് കണ്ടെത്താനുണ്ട്. അതിൽ BJPയുടെ കൗൺസിലർ അടക്കമുള്ള ആളുകളുണ്ട് എന്നത് ഈ ഗൗരവതരമാക്കി മാറ്റുന്നുണ്ട്.